പ്രിയമുള്ളവരെ, പത്തനംതിട്ട സ്വകാര്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അവസ്ഥയാണ്. യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് നമ്മളാരും എതിരല്ല. പക്ഷേ അർഹതപ്പെട്ടവർ കൊടുക്കണം. അനർഹർക്കൂടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുവഴി സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യവസായം ചരിത്രമാകാൻ പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ ബസ് തൊഴിലാളികളാണ്. കാരണം വളരെ പ്രയാസത്തിലാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? എന്തോ പറയാൻ ചേട്ടാ, ഒരു നാരങ്ങാവെള്ളം വാങ്ങിച്ചാൽ രണ്ടുപേരാ കുടിക്കുന്നത്, ഒരു കൂടെ വാങ്ങിച്ച് രണ്ടുപേരാ കഴിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ബസ്സിൻ്റെ മുതലാളി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബസ് ഉപജീവന മാർഗത്തിന് വേണ്ടി എടുത്ത് ഡ്രൈവർ ആയിട്ട് പോകുന്ന ഒരു സഹോദരനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം ഡ്രൈവറോടാണ്, മുതലാളിയല്ല, ഡ്രൈവറാണ്. ചെറിയ മുതൽ മുടക്കി ഒരു സംരംഭം നാട്ടിൽ നടത്താൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ പുള്ളിയുടെ അവസ്ഥ ഇപ്പോഴത്തെ എന്താണെന്നുള്ള കാര്യം പുള്ളി തന്നെ പറയും. വല്ലാത്ത അവസ്ഥയാണ്. എനിക്ക് ഒരു ദിവസം പോലും വണ്ടിയെ പോകാതിരിക്കാനൊക്കാത്ത അവസ്ഥയാണ്. കാരണം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്ക് പോലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഒരു 1000 രൂപയിലും കൊടുത്തില്ലെങ്കിൽ ഒരു ഡ്രൈവർമാരും വരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കിട്ടുന്നത്, ഞാനിപ്പോൾ ചോദിച്ചു, നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ കിട്ടുന്നത് 700 രൂപ 650 രൂപക്കാണ് ഈ സൗജന്യ യാത്ര വന്നതിന് ശേഷം തൊഴിലാളികൾക്ക് കിട്ടുന്നത്. അതും വെച്ച് എങ്ങനെ മുന്നോട്ട് പോകാനാണ്? ഒരു നാരങ്ങ വെള്ളത്തിന് 30 രൂപ, ഒരു ചായക്ക് 15 രൂപ. ഇപ്പം ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളം മേടിച്ച് ഇത് കണ്ടില്ലേ, ഞങ്ങൾ പകുതി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പാതിയാക്കിയാണ് കുടിക്കുന്നത്. വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇത്. ഈ പ്രസ്ഥാനത്തെ സർക്കാർ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനം എന്നേക്കുമല്ല, ഈ അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ വണ്ടികളെല്ലാം ജീഫം കൊടുത്ത് കയറ്റിയിടേണ്ട അവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാരിന് മുൻകൂറായി ലക്ഷക്കണക്കിന് രൂപ റോഡ് ടാക്സ് അടച്ചും അതുപോലെ തന്നെ ക്ഷേമനിധി അടച്ചും ഇൻഷുറൻസും എല്ലാം കൊടുത്ത് സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് വ്യവസായം. സർക്കാരിന് 1 രൂപ മുതൽ മുടക്കില്ലാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ഈ സ്വകാര്യ ബസ് വ്യവസായം. ഇങ്ങനെ സർക്കാർ ഒരു പഠനവും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് സൗജന്യം നൽകുമ്പോൾ ഒരു വ്യവസായം തന്നെ കേരളത്തിൽ ചരിത്രമാകാൻ പോവുകയാണ്. ഇത് സർക്കാർ പുനഃപരിശോധിച്ചില്ല എങ്കിൽ ഇതിൽ തൊഴിലെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ, അവർക്ക് കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ നാട്ടിൽ വഴിയാധാരമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്.